അപ്പൊ ഇബ്നു ദഗ്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു, ഒന്നുകിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ താങ്കൾക്ക് തന്ന അഭയം അത് തിരിച്ചു തരിക, അത് അവസാനിപ്പിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ സംരക്ഷണം എനിക്ക് വേണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണം മതി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ധീരത നോക്കും. ആലമീൻ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലിയ്യുസ് സാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം നമ്മൾ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് വായിച്ചു തുടങ്ങിയത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ ഉടനെ വിശ്വസിച്ച ആദ്യകാലക്കാരിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ച മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലൂടെയാണ്, അദ്ദേഹം വഴിയാണ് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള 10 പേരിൽ മറ്റ്6 പേരും ഇസ്ലാം സ്വീകരിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം മരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ വെച്ച് മുശ്രിക്കുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹം മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന പോലെ അത്രമാത്രം അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇക്കാര്യമാണ് നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിജ്റ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം മക്കയിൽ ജനങ്ങളെ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ദഅവത്ത് ചെയ്തു. ഈ 13 വർഷം കഴിഞ്ഞിട്ടും വളരെ കുറച്ചു പേര് മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റക്കുള്ള അനുവാദം കൊടുത്തു മദീനയിലേക്ക്. അതിനു മുമ്പ് മദീനയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ മക്കയിൽ ഹജ്ജിന് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് കണ്ടുമുട്ടി ഇസ്ലാം സ്വീകരിക്കുകയും 70ഓളം ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, മദീനയിൽ വന്നാൽ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ മുസ്ലിമീങ്ങളെ, മക്കയിൽ നിന്ന് വരുന്ന മുഹാജിറുകളെ സംരക്ഷിക്കാം എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അതിനു മുമ്പ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഹബശയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം കൊടുത്തിരുന്നു. ഹബശ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, സോമാലിയ, എത്യോപ്യ, ഇതൊക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കാണ് ഹബശ എന്ന് പറയുന്നത്. ഇന്ന് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല, ഇന്നത്തെ എത്യോപ്യയും സോമാലിയ, അതുപോലെ ജിബൂട്ടി, എരിത്രിയ, ഈ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പഴയകാലത്തെ ഹബശ എന്ന് പറയുന്നത്. അങ്ങോട്ട് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരുങ്ങി ഹിജ്റ പോകാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ ഒരു മുശ്രിക്ക്, ഇബ്നു ദഗ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്റെ ഖൗമിന്റെ, ഖബീലയുടെ നേതാവാണ്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. എന്നിട്ട് ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഈ സംഭവം വായിച്ചതാണ്, അഖറജനി ഖൗമി, എന്റെ ഖൗം എന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇതാണ് കാരണം, എന്റെ നാട്ടുകാരനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇബ്നു ദഗ്ന എന്ന് പറഞ്ഞ ഈ മുശ്രിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കളെപ്പോലെ ഒരാൾ നാട് വിട്ടു പോകാൻ പാടില്ല, താങ്കൾ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അദ്ദേഹം എണ്ണി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ അതേ വിശേഷണങ്ങളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി താങ്കൾ അധ്വാനിക്കുന്നുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നുണ്ട്, അതിഥിയെ സൽക്കരിക്കുന്നുണ്ട്, അതുപോലെ ജനങ്ങൾക്ക് പൊതുവായി എന്തെങ്കിലും ദുരിതവും ദുരന്തവും ബാധിച്ചാൽ താങ്കൾ ആളുകളെ സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് താങ്കൾ മടങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇബ്നു ദഗ്ന പറഞ്ഞു, വഅന ലക ജാറുൻ, ഞാൻ താങ്കളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ജാഹിലിയ കാലത്ത് അന്നത്തെ ഒരു സംവിധാനമാണ്, ഒരാൾ നാട്ടിൽ അറിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാൾ പുറമെ നിന്നുള്ള ഒരാൾക്ക് തങ്ങളുടെ നാട്ടിൽ സംരക്ഷണം കൊടുത്താൽ, ഇന്നത്തെ വിസയൊക്കെ പോലെ, അന്ന് വിസയും പാസ്പോർട്ടൊന്നുമില്ല, ഇതാണ് അന്നത്തെ വിസ, ഇജാറത്ത് എന്ന് പറയും. ഒരാൾ മറ്റൊരാൾക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആരും ഉപദ്രവിക്കുകയില്ല. ഈ അഭയം കൊടുത്ത വ്യക്തി അദ്ദേഹത്തെ സംരക്ഷിച്ചോളും. പിന്നെ ആരെങ്കിലും ഈ മനുഷ്യനെ, ഈ പുറമേ നിന്ന് വന്ന ആളെ ഉപദ്രവിച്ചാൽ ആരാണോ അഭയം കൊടുത്തിട്ടുള്ളത് അയാളെ ഉപദ്രവിച്ചതുപോലെയാണ് കണക്കാക്കുക, അയാൾ അതിന് പ്രതികാരം ചെയ്യും. അപ്പോൾ ഈ അൽഖാറ എന്ന് പറയുന്ന ഖബീലയുടെ
നേതാവായ ഇബ്നു ദഗ്ന അദ്ദേഹം തന്റെ ഖബീലയിൽ തന്റെ നാട്ടിൽ ജീവിക്കാനുള്ള അനുവാദം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഫർജി ഫഅബ്ദുർ റബ്ബക ബിബിലാദിക്, താങ്കളുടെ വീട്ടിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൊള്ളുക, ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഅൻഫദത് ഖുറൈശുൻ ജിവാറഹു, അപ്പൊ എന്തു ചെയ്തു? ഖുറൈശികൾ ഈ ജിവാർ, ഇദ്ദേഹം കൊടുത്ത ഈ അഭയം അത് നടപ്പിലാക്കി. ഖുറൈശികൾ ഇത് പാലിച്ചു. ഇബ്നു ദഗ്നയെ അവരെങ്ങനെയാണോ ബഹുമാനിച്ചിരുന്നത് അതുപോലെ അബൂബക്കറിനെയും ബഹുമാനിച്ചു. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനത്തോടെ ജീവിച്ചു. പക്ഷെ അവരൊരു നിബന്ധന വെച്ചിരുന്നു മുശ്രിക്കുകൾ. അതെന്താണ്? ഇദ്ദേഹം വീട്ടിൽ വെച്ച് ഇബാദത്ത് ചെയ്തു കൊള്ളണം, പുറമെ ഒരു പ്രവർത്തനവും പാടില്ല, ദഅവത്ത് പാടില്ല, പരസ്യമായിട്ട് ഖുർആൻ ഓതാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം അദ്ദേഹം അങ്ങനെ ചെയ്താൽ പുറത്തിറങ്ങി നമസ്കരിക്കുകയും പരസ്യമായിട്ട് ഖുർആൻ ഓതുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്താൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കും. അത് പേടിച്ചിട്ട് മുശ്രിക്കുകൾ ഇങ്ങനെ ഒരു അവസ്ഥ വെച്ചിരുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും തന്റെ വീട്ടിൽ വെച്ച് നമസ്കാരവും ഇബാദത്തുകളും ഒക്കെയായി കഴിഞ്ഞുകൂടി. അദ്ദേഹം പരസ്യമായി നമസ്കരിക്കുമായിരുന്നില്ല, വീടിന് പുറത്ത് ഉറക്കെ ഖുർആൻ ഓതുകയും ചെയ്യുമായിരുന്നില്ല. പിന്നെ വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സമാധാനമില്ല. അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ദഅവത്ത് ചെയ്യാൻ അത്രയും ആഗ്രഹമുണ്ട്, പരസ്യമായി ദീൻ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ വീടിന്റെ വളപ്പിൽ തന്നെ, തന്റെ പറമ്പിൽ തന്നെ ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് അവിടെ വെച്ച് പരസ്യമായി ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പൊ വീണ്ടും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഒക്കെ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി, അവർ അറബികളാണ്, അവർക്ക് ഖുർആൻ കേട്ട മനസ്സിലാകും, അത് കേൾക്കാൻ വേണ്ടി അവര് അദ്ദേഹത്തിന്റെ ഈ വീട്ടിലുള്ള പള്ളിയിൽ, അദ്ദേഹത്തിന്റെ പറമ്പിലുള്ള ഈ പള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ മുമ്പ് അദ്ദേഹം ഖുർആൻ ഓതുകയും ആളുകൾ ഇത് കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇപ്പൊ വീണ്ടും ഇത് ആവർത്തിച്ചു. അങ്ങനെ മുശ്രിക്കുകൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടായി, ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. വകാന അബൂബക്കർ റജുലൻ ബക്കാഅൻ ലാ യംലികു ദംഅഹു ഹീന യഖറഉൽ ഖുർആൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് വളരെ ആസ്വാദികരമായിരുന്നു. ഇത് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ മുശ്രിക്കുകൾ ഇബ്നു ദഗ്നയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അഭയം കൊടുത്ത ഈ വ്യക്തി വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അദ്ദേഹം പരസ്യമായി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ലഖദ് അലിംതല്ലദീ അഖദ്തു ലക അലൈഹി, ഞാൻ താങ്കൾക്ക് തന്ന അഭയം അതിന്റെ വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പരസ്യമായി ഇബാദത്ത് ചെയ്യരുത് എന്നാണ്, രഹസ്യമായിട്ട് മാത്രമേ നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ പാടുള്ളൂ എന്നാണ് നമ്മുടെ വ്യവസ്ഥ. അതുകൊണ്ട് ഒന്നുകിൽ ഫഇമ്മ അൻ തഖ്തസിറ അലാ ദാലിക്, ആ വ്യവസ്ഥ താങ്കൾ പാലിക്കുക, പറഞ്ഞ നിബന്ധന പാലിക്കുക. വഇമ്മ അൻ തറുദ്ദ ഇലയ്യ ദിമ്മതി, അല്ലെങ്കിൽ ഇനി മുതൽ എന്റെ ദിമ്മത്ത്, എന്റെ സംരക്ഷണം ആവശ്യമില്ല എന്ന് പറയാം. കാരണം ഫഇന്നി ലാ ഉഹിബ്ബു അൻ തസ്മഅൽ അറബ് അന്നി ഉഫ്ഫിർതു ഫി റജുലിൻ അഖദ്തു ലഹ്, കാരണം ഞാൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ത്, അറബികൾക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരം, അതായത് ഇബ്നു ദഗ്ന ഒരാൾക്ക് അഭയം കൊടുത്തു എന്നിട്ട് അയാൾ ആളുകളെ അടിച്ചു കൊന്നു എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അറബികൾക്ക് കരാറ് പാലിക്കുക, അതുപോലെ തന്നെ തങ്ങൾ സംരക്ഷിക്കാം എന്ന് ഏറ്റെടുത്ത ആളുകളെ ആ വാക്ക് പാലിക്കുക എന്നുള്ളതൊക്കെ ജാഹിലിയത്തിൽ പോലും വലിയ വിഷയമായിരുന്നു. ഇന്ന് ഇങ്ങനെ കരാറ് പാലിക്കുക അല്ലെങ്കിൽ ധീരത ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ്. ജാഹിലിയ കാലത്ത് അവർക്ക് ഇസ്ലാമില്ല, പരലോകമില്ല, എന്നിട്ടും അവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്താ? അവരുടെ ഇടയിലുള്ള ചർച്ച, അറബികൾ കൂടുതൽ അവർ സംസാരിക്കുക അവരുടെ മുൻഗാമികളിൽപ്പെട്ട ധീരന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട സത്യസന്ധന്മാരെ കുറിച്ച്, അവരൊക്കെയായിരുന്നു ഇവരുടെ ചർച്ചാ വിഷയം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ മക്കൾ അങ്ങനെ വളർന്നു വരും. എന്നാണെങ്കിലോ ഇന്ന് നമ്മൾ കൂടുതൽ നമ്മുടെ ചെവിയിലേക്ക് കിടക്കുന്നത് ഏതെങ്കിലും വിഡ്ഢികളായ ചെറിയ നിസ്സാരമായ സംഖ്യക്ക് വേണ്ടി എന്തു തോന്നിവാസവും ചെയ്യുന്ന, വേണമെങ്കിൽ തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന വയസ്സന്മാർ, ഇങ്ങനെയുള്ള വിഡ്ഢികളെ കുറിച്ചാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇവരുടെ സ്വഭാവം, നമ്മൾ ചിലപ്പോൾ അവരോട് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവരെ കുറിച്ച് വായിക്കുന്നത്, പക്ഷെ പതുക്കെ പതുക്കെ അത് നമ്മുടെ മനസ്സിലേക്ക് കടക്കും. ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണോ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അത് പതുക്കെ നമ്മൾ സ്വാധീനിക്കും. നമ്മളറിയാതെ നമ്മൾ വെറുപ്പോടുകൂടിയാണ് ഒരു സംഗതി കാണുന്നതെങ്കിലും അത് കുറെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ശീലമാകും, നമുക്ക് നിസ്സാരമായി തോന്നും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഈ മാജിക് ഒക്കെ കാണിക്കുന്ന ആളുകൾ. മാജിക് കാണാനും പാടില്ല, ചെയ്യാനും പാടില്ല, പക്ഷെ ചിലപ്പോൾ അറിവില്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവരെന്താ ചെയ്യുക? ഒരാളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കും. ഒരു വാച്ച്, നമ്മൾ കെട്ടിയ വാച്ച് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അവർ ഊരിയെടുക്കും. അതിന് അവരാദ്യം എന്താ ചെയ്യുക? കുറെ നമ്മുടെ കൈ ഇങ്ങനെ തലോടും, തടവും,
അങ്ങനെ കുറെ തടവി അവസാനം അതവരെ കയ്യിലാവും ഈ വാച്ച്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ ഒരു സാധനമായിട്ട് കുറെ ഇടപഴകിയാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കും. അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കസ്റത്തുൽ മിസാസ് തുദ്ഹിബുൽ ഇഹ്സാസ്. ഒരു വസ്തു കുറെ നമ്മൾ സ്പർശിച്ചു കൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ചുള്ള ഇഹ്സാസ്, അത് പിന്നെ അതുകൊണ്ടുള്ള ഉപദ്രവം അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. അപ്പോൾ നല്ല ചൂടുള്ളൊരു സാധനം അത് നമ്മൾ തൊട്ടുകൊണ്ടിരുന്നാൽ കുറേ തവണ തൊട്ടാൽ പിന്നെ നമുക്കത് ചൂടായിട്ട് തോന്നില്ല. അതുപോലെ തണുപ്പുള്ള ഒരു സാധനം പെട്ടെന്ന് ഒരാൾ നല്ല തണുത്തൊരു ഐസ് കഷ്ണം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ വെച്ചാൽ നമുക്ക് ഒരു ഷോക്കായിരിക്കും, പെട്ടെന്ന് നമ്മൾ ഞെട്ടും. പക്ഷെ പതുക്കെ നമ്മളത് പിടിച്ചാലോ അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അതുപോലെയാണ് സ്വഭാവങ്ങൾ. നമ്മൾ എന്ത് സ്വഭാവത്തിനെ കുറിച്ചാണ് കേൾക്കുന്നത് അത് നമുക്ക് പകരും. നമ്മൾ കൂടുതലും കേൾക്കുന്നത് കൊലപാതകത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് അസാൻമാർഗികമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അത് കണ്ടിട്ടില്ല, ഗെയിം കളിച്ച് അവസാനം ആളെ കൊല്ലും. എന്തുകൊണ്ടാണ്? ഒരാളെ കൊല്ലാൻ പോയിട്ട് ഒരു ചെറിയ സാധാരണ മനുഷ്യനുണ്ടാകുന്ന ധൈര്യം പോലും ഇല്ലാത്ത കുട്ടികളായിരിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ധൈര്യം എവിടുന്നാ കിട്ടുന്നത്? നിരന്തരം ഈ കൊലപാതകമാണ് അവൻ കാണുന്നത്. അതുപോലെ നല്ല കാര്യങ്ങൾ കണ്ടാൽ നിരന്തരം സ്വഹാബിമാരെ കുറിച്ചാണ് കേൾക്കുന്നത്, നിരന്തരം മഹാന്മാരായ ആളുകളെ കുറിച്ചാണ് കേൾക്കുന്നത്, നല്ല സ്വഭാവം പരിചയപ്പെടുത്തുന്ന കഥകളാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെയാകും. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് നമ്മൾ കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞത് അറബികൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നതിന്റെ കാരണം അതാണ്. നിങ്ങൾ ജാഹിലിയ കാലത്തുള്ള കവിതകൾ എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചാൽ, അവരെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. അവർ നല്ല സ്വഭാവമുള്ള ആളുകളെയാണ് അവരെയാണ് വർണ്ണിക്കുക, അവരെ കുറിച്ചാണ് കവിതകൾ എഴുതുക, അവരെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന് പരലോകത്തിൽ വിശ്വാസമില്ല. ഞങ്ങളൊരു മനുഷ്യനാണ് പറയുന്നത്, ഞാൻ അഭയം കൊടുത്ത ഒരാൾ കൊല്ലപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും, അയാളുടെ ആവശ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ തൊട്ടടുത്ത ആൾ അയാൾ തന്നെ കൊല്ലും. ഒരാൾ കൊല്ലുന്നതല്ല, അയാൾ തന്നെ കൊല്ലും. വേറെ ആരെങ്കിലും കൊന്നാൽ ചിലപ്പോ തിരിഞ്ഞു നോക്കണമെന്നില്ല, അല്ലേ? ഓരോ പാർട്ടിയിലും കണ്ടിട്ടില്ല സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നത്, തമ്മിൽ കൊല്ലുന്നത്. നേതാക്കന്മാർ അതിൽ വല്ല വിഷമവും കാണിക്കാറുണ്ടോ? അഭിനയിക്കുന്നുണ്ടാവും ചിലപ്പോ മാധ്യമങ്ങളിലൊക്കെ. പക്ഷെ അവർക്കതൊരു വിഷയമല്ല. കാരണം ഉള്ളിൽ തട്ടിയ സ്വഭാവ ഗുണങ്ങൾ, ധീരത, മാന്യത, വിശ്വസ്തത, ഇതൊന്നും ഇന്ന് സമൂഹത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇബ്നു തഗ്നക്ക് ഇത് വലിയ വിഷയമായിരുന്നു. അറബികൾ അങ്ങനെ പറയുന്നത് എനിക്ക് വലിയ അപമാനമാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എന്താണ്? പരസ്പരം പരിഹസിക്കുന്ന, അതുപോലെ പണം എണ്ണി ഇങ്ങനെ നോക്കുന്ന, കുറെ സമ്പാദിച്ച് പിശുക്കി അതിങ്ങനെ എണ്ണി നോക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞു. എന്നിട്ട് യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഈ മനുഷ്യൻ പണമുണ്ടാക്കി അത് എണ്ണി നോക്കി സ്വതക്ക ചെയ്യാതെ പൂട്ടിവെക്കുന്നവൻ, അവൻ വിചാരിക്കുന്നു അവന്റെ പണം അവനെ ശാശ്വതനാക്കുമെന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? പിശുക്കന്മാരായ ആളുകള് അവര് പിശുക്ക് കാണിക്കുന്ന എന്തിനാണ്? ഇവൻ വലിയ പണക്കാരനായിരുന്നു എന്ന് ഇവന്റെ മരണശേഷവും ആളുകൾ പറയാൻ വേണ്ടി. പണം ശാശ്വതനാക്കാന്ന് പറഞ്ഞാൽ എന്താ? കുറെ പണം ഉണ്ടായാൽ ഒരാൾ മരിക്കാതെ എന്നും ജീവിക്കുമോ? ഇല്ല, അങ്ങനെയൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഇവനൊരു പണക്കാരനായിരുന്നു എന്ന് എന്നെന്നും ആളുകൾ പറയും. അവന്റെ മരണശേഷവും അവരുടെ നല്ല പേരുണ്ടായാൽ കുറെ സമ്പാദിച്ച ആളാണ് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പൊ മുശ്രിക്കുകൾ പോലും അവരുടെ മരണശേഷം നല്ലൊരു പേരുണ്ടാകണം, പണക്കാരൻ എന്നുള്ളത് വലിയ കാര്യമാണെന്ന് അവർ വിചാരിച്ചു. അപ്പൊ അവരവർ എന്തായിരുന്നു വലുതായി കണ്ടിരുന്നത് അത് എന്നെന്നും നിലനിൽക്കണം. അതുപോലെ തന്നെ ഒരു ചീത്തപ്പേര് എനിക്ക് ഉണ്ടാകരുത്. ഇല്ല, ഇയാളെ കൊല്ലപ്പെട്ടാൽ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും പണ്ട് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഒരാൾക്ക് അഭയം കൊടുത്തിട്ട് അഭയം കൊടുക്കപ്പെട്ട ആളെ നാട്ടുകാർ കൊന്നു എന്ന ആളുകൾ പറയും. അതൊക്കെ അവർക്ക് വളരെ മോശമായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾ കേട്ടിരിക്കും, സഹീഹ് ബുഖാരിയുള്ള കഥയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാര് ചിലര് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ പോയി കുഴപ്പമുണ്ടാക്കാൻ നോക്കി. അവിടെ പോയിട്ട് അവിടുത്തെ രാജാവായ നജ്ജാഷിയോട് ഇവര് നിങ്ങളുടെ നബിയായ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലാഹായ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറ്റം പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി. ആ സമയത്ത് ഈ ഭരണാധികാരി, അവിടുത്തെ രാജാവ്, അദ്ദേഹം അബൂ സുഫിയാനോട് ചോദിച്ചു കുറച്ച് ചോദ്യങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച്, മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂ സുഫിയാൻ സത്യമായിട്ടാണ് ഉത്തരം പറഞ്ഞത്. എന്തൊക്കെയാണ് മുഹമ്മദിന്റെ വാദങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, കുടുംബബന്ധം ചേർക്കണം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇദ്ദേഹം പഠിപ്പിക്കുന്നതെന്ന് സത്യം പറഞ്ഞു. എന്താ കാരണം? അബൂ സുഫിയാൻ പറയുകയാണ്, ഞാൻ കളവ് പറഞ്ഞു എന്ന്
ആളുകൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി എന്റെ പേരിൽ ഒരു കളവ് രേഖപ്പെടുത്തുന്നത്, ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത് ഞാൻ വെറുത്തു. ജാഹിലിയ കാലത്താണ്. ഹെറാക്ലേസ് നജാശിയല്ല, ഹെറാക്ലേസിന്റെ അടുത്ത് പോയിട്ട്. അപ്പോ ജാഹിലിയ കാലത്ത് പോലും അറബികൾ വലുതായി കണ്ടിരുന്ന സ്വഭാവങ്ങളായിരുന്നു സത്യസന്ധത, അതുപോലെ ധീരത, വാക്ക് പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇബ്നു ദഗ്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇക്കാര്യം പറഞ്ഞു, ഒന്നുകിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ താങ്കൾക്ക് തന്ന അഭയം അത് തിരിച്ചു തരിക, അത് അവസാനിപ്പിക്കുക. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അർദു ഇലൈക ജിവാറക് വഅർളാ ബിജിവാരില്ലാഹ്, നിങ്ങളുടെ സംരക്ഷണം എനിക്ക് വേണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണം മതി. അബൂബക്കർ അള്ളാഹുവിന്റെ ധീരത നോക്കും. വിശുദ്ധ ഖുർആൻ ഓതി ഇസ്ലാമിലേക്ക് ഞാൻ ആളുകൾ ക്ഷണിക്കും, അതിന്റെ പേരിൽ ഈ നാട്ടുകാരൊക്കെ കൂടി ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇനി വീണ്ടും അവർ വരാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം അടികിട്ടി രക്തം വാർന്ന് മരിച്ചു എന്ന ആളുകൾ പറഞ്ഞതാണ്. എന്നാലും തിരക്കേടില്ല, അള്ളാഹുവിന്റെ സംരക്ഷണം മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെയും ഉപദ്രവങ്ങളുണ്ടായി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം കൊടുത്തു. ആ ഹിജ്റയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഈ സംഭവം, അതായത് ഇബ്നു ദഗ്നയുടെ സംഭവം, അദ്ദേഹം അഭയം കൊടുത്തതും പിന്നീട് അത് തിരിച്ചെടുത്തതും ഒക്കെ സ്വഹീഹ് ബുഖാരിയിലുള്ള സ്വഹീഹായ സംഭവമാണ്. ഇനി അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചില മഹത്വങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. സാധാരണ ഒരു മനുഷ്യനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അബൂബക്കർ എന്നുള്ള മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള പുരുഷനാണ്. അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയാണ്. വമിനർ റിജാൽ, പുരുഷന്മാരിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അബൂഹ, അവരുടെ ഉപ്പ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ ആയിഷയായിരുന്നു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളായിരുന്നു. അപ്പോൾ അതും അദ്ദേഹത്തിന്റെ ഒരു മഹത്വം തന്നെയാണ്. ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുള്ള ഒരാളുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ, വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, എന്റെ ഉമ്മത്തിൽ ഞാനൊരു ഖലീലിനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്ത്, അപ്പൊ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖൽതു അബൂബക്രിൻ, അബൂബക്കറിനെ ഞാൻ എന്റെ ഖലീലാക്കുമായിരുന്നു. വലാകിൻ അഖി വസാഹിബി, പക്ഷെ ഞാൻ ആ സ്ഥാനം, ഖലീൽ എന്നുള്ള സ്ഥാനം കൊടുക്കുന്നില്ല. അഖി വസാഹിബി, എന്റെ സഹോദരനും എന്റെ സുഹൃത്തുമാണ് അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഖലീൽ എന്നുള്ള സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കാതിരുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീലാക്കിയിട്ടുണ്ട്. ഖലീൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളെന്നാണ്. അള്ളാഹുവിന് രണ്ട് ഖലീലുമാരുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ആ സ്ഥാനം അള്ളാഹു തനിക്ക് തന്നതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ഖലീൽ എന്ന് പറയുന്നില്ല. പക്ഷെ അഖി വസാഹിബി, എന്റെ അടുത്ത സുഹൃത്തും എന്റെ സഹോദരനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സിദ്ദീഖ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഉസ്ബുത്ത്, ഉഹദ് മലയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വിറക്കാതെ ഉറച്ചു നിൽക്കുക, കാരണം ഫഇന്നമ അലൈക, നിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് ശുഹദാക്കളുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ സ്വർഗമുണ്ട് എന്ന് പറയപ്പെട്ട 10 പേരിൽ ഒന്നാമത്തെ ആളാണ്. പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 പ്രാവശ്യമല്ല, പല ഹദീസുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറ്റൊരു മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ അന്നു മുതൽ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ യാത്രയിൽ കൂടെ ഉണ്ടാകും, വീട്ടിലാണെങ്കിൽ വീട്ടിലുണ്ടാകും. എപ്പോൾ മാത്രമാണ് അദ്ദേഹം വിട്ടുനിന്നിട്ടുള്ളത്? ഹജ്ജിന് വേണ്ടി, അതുപോലെ യുദ്ധത്തിന് വേണ്ടി ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാത്ത ചില യുദ്ധങ്ങൾക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അതുപോലെ ഹജ്ജിന് നമുക്കറിയാം, ഹിജ്റ 8-ാം വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കിയത്. മക്ക ഫത്ഹായി ഹജ്ജ് നിർബന്ധമാകുന്നത്. അടുത്ത വർഷം ഹിജ്റ 9-ലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് അമീറായി പറഞ്ഞയച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആദ്യത്തെ ഹജ്ജ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ആദ്യത്തെ ഹജ്ജിന്റെ അമീറായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയച്ചത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെച്ച് ബാക്കി എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയായിരുന്നു.
അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നിരവധി സ്വഹാബിമാരെ, അടിമകളായിരുന്ന സ്വഹാബിമാരെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചയാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരെ മോചിപ്പിക്കുക മാത്രമല്ല, അവർക്ക് അദ്ദേഹം വലിയ സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത്. അദ്ദേഹം മാത്രമല്ല, മറ്റുള്ള സ്വഹാബിമാരും, നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാങ്ങി മോചിപ്പിച്ചു. ഒരടിമക്ക് വലിയ സംഖ്യ കൊടുക്കണം അടിമയെ വാങ്ങാൻ. അപ്പൊ ഇത്രയും പണം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം പറയുമായിരുന്നു, അബൂബക്കർ സയ്യിദുന വഅതഖ സയ്യിദന. അബൂബക്കർ നമ്മുടെ നേതാവാണ്, അദ്ദേഹം നമ്മുടെ നേതാവിനെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അടിമയെ മോചിപ്പിച്ചിട്ട് പിന്നീട് സമൂഹത്തിൽ വലിയ സ്ഥാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരവധി സ്വഹാബിമാരെ മോചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ 6 സ്വഹാബിമാരെ, 6 അടിമകളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. 6 പേരും പീഡിപ്പിക്കപ്പെടുന്നവരായിരുന്നു. മക്കയിൽ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നവർ അധികവും ദുർബലരായിരുന്നു. അധികവും അടിമകളും സ്ത്രീകളും അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവരുമായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ദുർബലരായ ആളുകളുമായി നമ്മുടെ ദീനിനൊരു ബന്ധമുണ്ട്. അതിന്റെ തുടക്കം ഇങ്ങനെയുള്ള ആളുകളിലാണ്. അതുകൊണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ ബിദുഅഫാഇഹാ. ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നത് ദുർബലരെ കൊണ്ടാണ്. ബിദുആഇഹിം വഇഖ്ലാസിഹിം വസലാത്തിഹിം. അവരുടെ പ്രാർത്ഥന, അവരുടെ നമസ്കാരം, അവരുടെ ഇഖ്ലാസ്. കാരണം പാവപ്പെട്ട എല്ലാ ആളുകളും നല്ലവരായിരിക്കും എന്നൊന്നും ഇതിന് അർത്ഥമില്ല. നമ്മൾ ഹദീസിൽ കണ്ടിട്ടുണ്ട്, അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് 3 പേര്. ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ആഇലുൻ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ എന്നാണ്. പക്ഷേ മിസ്കീന്മാരായ ആളുകളിൽ ഇഖ്ലാസ് കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആരും തിരിഞ്ഞു നോക്കൂല. ഒരു പണക്കാരൻ എപ്പോഴും വലിയ റിസ്കിലാണ്. പണക്കാരനായ ഒരാൾ, അല്ലെങ്കിൽ നാട്ടിൽ പ്രശസ്തിയുള്ള ഒരാൾ, അല്ലെങ്കിൽ അറിവ് കൊണ്ടോ മറ്റോ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ നമസ്കരിക്കുമ്പോൾ പോലും വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. ആളുകൾ നോക്കുന്നുണ്ടാകും. ആളുകളുടെ ഇടയിൽ ഒരു ഇബാദത്ത് ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം ആളുകൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ചെയ്യാതെ വരും. പക്ഷെ ഈ സാധുവിന് എന്തു ചെയ്യാ? അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിയിൽ ഇരുന്ന് ഓതിയാലും ആളുകൾ അവനെ കുറ്റമായിരിക്കും പറയാം. അവൻ പണിക്കൊന്നും പോകാതെ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതാനെന്നായിരിക്കും പറയാം. അപ്പൊ സാധുക്കൾക്കിടയിൽ ഇഖ്ലാസ് കാണപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന് സഹായം കിട്ടുന്നത് ഇവരെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്ത് അൽ കഹഫിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്. സൂറത്തുൽ കഹഫിന്റെ സംഭവം നമുക്കറിയാം. ആ സൂറത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? മുൻഗാമികളായ ഒരു സമുദായം, അവരുടെ ഇടയിൽ 7 ചെറുപ്പക്കാരുണ്ടായിരുന്നു, യുവാക്കളായിട്ടുള്ള 7 ആളുകൾ. അവരുടെ എണ്ണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഒരു സംഘം യുവാക്കൾ. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അവർ രാജകുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ഏതായിരുന്നാലും 7 ആളുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ചു. ബാക്കി എല്ലാവരും മുശ്രിക്കുകളാണ്. ഷിർക്ക് ചെയ്യാൻ അവർ നിർബന്ധിച്ചു. ഒന്നുകിൽ മുശ്രിക്കായി കാഫിറായി ജീവിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയും എന്നുള്ള അവസ്ഥ. അങ്ങനെ അവര് യാത്ര പോയി, എവിടെയെങ്കിലും പോയി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്ന് തീരുമാനിച്ചവർ പോയി. അങ്ങനെ ഒരു ഗുഹയിൽ പ്രവേശിച്ചവർ തളർന്ന് ഒരു ഗുഹയിൽ കയറി വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അള്ളാഹു തആല അവരെ ഉറക്കിക്കളഞ്ഞു. 300 വർഷം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ നാട്ടുകാരൊക്കെ മാറിയിട്ടുണ്ട്, ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അന്നത്തെ ആളുകളൊന്നുമില്ല. അതാണ് അൽ കഹഫ് എന്ന പേര് വരാൻ കാരണം. കഹഫ് എന്നാണ് ഗുഹ. ആ ഗുഹയുടെ പേരിലാണ് സൂറത്ത് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ. അവർ ഒരു സംഘം യുവാക്കളായിരുന്നു. ആമനു ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത്, ഇതുപോലെയാണ് അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം. അവരിൽ ആദ്യം വിശ്വസിക്കുക അധികവും യുവാക്കളും സാധുക്കളുമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ 2 വിഭാഗം വിശ്വസിക്കാൻ കാരണം? ഒന്ന്, ഒരാൾക്ക് പ്രായമാകുമ്പോൾ ഹക്ക് സ്വീകരിക്കാനുള്ള ഒരു മടി വരും. കാരണം ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചതൊക്കെ ബാത്തിലാണെന്ന് പറയണം. വയസ്സുകാലത്ത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്ത പണിയെല്ലാം ബാത്തിലായിരുന്നു എന്ന് പറയണം. അതുപോലെ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും, അതൊക്കെ മുറിച്ചു കളയണം, എന്നിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കണം. വലിയ പ്രയാസമായിരിക്കും. ഇനി പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊന്നും സമയമില്ല. എന്നാലോ ഒരു യുവാവിനാണെങ്കിൽ അയാൾക്ക് ജീവിതം തുടങ്ങുന്നുള്ളൂ, ഒരു നിലപാടെടുക്കേണ്ട പ്രായമാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഇനിയും പുതിയ ബന്ധങ്ങളാവാം. അതുകൊണ്ട് എളുപ്പമാണ് ഇസ്ലാം സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ദരിദ്രന്മാർ, അവരേത് ദീൻ സ്വീകരിച്ചാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്നാലോ സമ്പന്നന്മാര്, അധികാരമുള്ള ആളുകൾ, അവർ മാറിയാൽ ആളുകൾ അവരെ വെറുതെ വിടില്ല. അവരുടെ അനുയായികൾ തന്നെ അവരെ ചിലപ്പോൾ കൈകാര്യം ചെയ്യും. അതാണ് ഹിറാക്ലീസിന് സംഭവിച്ചത്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ ഉറപ്പായിരുന്നു ഇത് നബിയാണ്. എത്രത്തോളം അദ്ദേഹം ഈ കത്ത് കൊണ്ടുവന്ന ആളുകളോട് പറഞ്ഞു, ഇത് നബിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയാൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കും. കാരണം അദ്ദേഹം നബിയാണെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ആധിപത്യം എന്റെ നാട്ടിലെത്തും, എന്റെ കസേര അദ്ദേഹം പിടിക്കും ഭാവിയിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ആളുകളൊക്കെ കൂടി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ സഭയിലുള്ള ആളുകൾ. അപ്പൊ അദ്ദേഹം
വെറുതെ ഒരു അഭിനയം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിച്ചതാണ്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഇസ്ലാം സ്വീകരിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉറപ്പൊന്ന് നോക്കിയതാണ്, ഞാൻ ഇസ്ലാം ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി. കാഫിറായി മരിച്ചുപോയി. ആലോചിച്ച് നോക്കൂ. അപ്പൊ ചിലപ്പോൾ സമ്പത്തും അധികാരമൊക്കെ ഒരു ഫിത്നയായി മാറും, ഒരു ഷർറായി മാറും. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള അടിമകളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, അവരാണ് തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ പാവങ്ങളെ അദ്ദേഹം മോചിപ്പിച്ചിരുന്നത്. പൈസ കൊടുത്ത് അവരെ മോചിപ്പിക്കും. അങ്ങനെ 6 പേരെ മോചിപ്പിച്ചു. ഈ 6 പേരും വളരെ ദരിദ്രരാണ്. ഫഖാല ലഹു അബൂഹു അബൂ ഖുഹാഫ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമായി പിന്നീട്. പക്ഷെ അന്ന് മുസ്ലിം അല്ല, അദ്ദേഹം കുറെ വൈകി. 23 വർഷം കഴിഞ്ഞ് മക്ക ഫതഹായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്ത്. അതിനിടയിൽ അദ്ദേഹം മരിച്ചില്ല. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വളരെ നരച്ച വെളുത്ത താടിയുമായിട്ടാണ് വിശ്വാസിയുടെ മുന്നിൽ വരുന്നത്. അങ്ങനെ അബൂ ഖുഹാഫ പറഞ്ഞു, യാ ബുനൈ, മുശ്രിക്കാണെങ്കിലും മകനോട് സ്നേഹമുണ്ട്. അദ്ദേഹം പറയാണ്, മോനെ, അറാഖൻ, നീ വളരെ ദുർബലരായ ആളുകളെയാണല്ലോ മോചിപ്പിക്കുന്നത്, അടിമകളെയാണല്ലോ മോചിപ്പിക്കുന്നത്. നിനക്ക് കുറച്ച് ശക്തിയുള്ള അടിമകളെ മോചിപ്പിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നിന്നെ ആരെങ്കിലും തല്ലാൻ വന്നാൽ പിടിച്ചു വെക്കാനെങ്കിലും ഇവർ വരും, അങ്ങനെ എന്തെങ്കിലും ഉപകാരമുള്ള അടിമകളെ മോചിപ്പിച്ചുകൂടെ എന്ന് പാപ്പ ചോദിക്കുമായിരുന്നു. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപ്പയോട് പറയും, യാ അബതി ഇന്നി ഉരീദു മാ ഇൻദല്ലാഹ്, ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്, അള്ളാഹുവിന്റെ അജ്റാണ്, ഇഖ്ലാസോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ദുനിയാവിൽ ഒരു ഉപകാരവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ചില ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ പകുതിയായിട്ട് ചെയ്യും. ദുനിയാവിലും എന്തെങ്കിലും ഉപകാരം അതുകൊണ്ട് കിട്ടും, ആഖിറത്തിലും പകുതി കിട്ടട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ആയാൽ അതിന്റെ പ്രതിഫലം അത്രയും കുറയും. അതുകൊണ്ട് ദുനിയാവിൽ ഉദ്ദേശിക്കുന്നത് പ്രശസ്തിയാണെങ്കിൽ പ്രതിഫലം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ആളുകൾ കാണണമെന്നതാണെങ്കിൽ പൂർണ്ണമായി നഷ്ടപ്പെടും. ഇപ്പൊ ഒരാൾ ദീൻ പഠിക്കാൻ പോവാണ്, അപ്പൊ ഉദ്ദേശം ഒരു ജോലി, അതിന്റെ കൂടെ അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിക്കുന്നുണ്ട്, അവന്റെ അജ്ർ അതിനനുസരിച്ച് കുറയും, ശമ്പളം എന്നുള്ള നിയത്തുണ്ടെങ്കിൽ. നേരെ മറിച്ച് പ്രശസ്തിയാണെങ്കിലോ, നല്ലൊരു പ്രസംഗകൻ എന്നറിയപ്പെടണം എന്നാണെങ്കിലോ പൂർണ്ണമായി നഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇഖ്ലാസിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ മാതൃകയായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇസ്രാഇന്റെ രാത്രി അദ്ദേഹം പറഞ്ഞ വാക്ക്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ഷാമിലേക്ക്, ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് 7ാം ആകാശത്തേക്ക് ഉയർത്തി സിദ്റത്തുൽ മുൻതഹ, സ്വർഗത്തിൽ പ്രവേശിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ തുടക്കം സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരം, അവിടെ എത്തിയിട്ടുണ്ട്. അല്ലെ, ചിലപ്പോൾ ചില നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിൽ പോയി വന്നിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ജീവിതത്തിൽ കളവ് പറഞ്ഞതായിട്ട് ഒരാളും ആരോപിച്ചിട്ടില്ലാത്ത ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സ്വർഗത്തിന്റെ ഈ തുടക്കമായ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് എത്തി എന്ന് പറയുന്നത് അല്ലാഹു തആലയാണ് ഖുർആനിൽ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുള്ള, ഇതുവരെ അതിനാർക്കും സാധിച്ചിട്ടില്ലാത്ത ഈ കിതാബിലാണ് പറയുന്നത്. പിന്നെന്താണ് നമ്മുടെ വിശ്വാസത്തിന് ഒരു കുറവ്? നമ്മൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇസ്രാഇന്റെ രാത്രി പിറ്റേ ദിവസം മുശ്രിക്കുകൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. കുറച്ച് ആളുകൾ, ഹിജ്റയുടെ 1 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, നുബുവത്തിന്റെ 9ാമത്തെ വർഷം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. അതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞതോടുകൂടി കുറെ ആളുകൾ മുർത്തദ്ദായിപ്പോയി. ആലോചിച്ച് നോക്കൂ, കുറച്ചാളുകളെ മുസ്ലിമായിട്ടുള്ളൂ മക്കയിൽ. അവര് പീഡനം സഹിക്കുന്ന ആളുകളാണ്, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. പക്ഷേ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെ അവരത് നിഷേധിച്ചു, കാഫിറായിപ്പോയി. അപ്പൊ നമ്മൾ പേടിക്കേണ്ടതിന്, നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതിന്റെ കാര്യത്തിൽ ഒരു പേടി നമുക്ക് വേണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് അവർ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഹല്ലക ഇലാ സാഹിബിക്, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ വിവരം നീ അറിഞ്ഞോ? യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹി ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ്, ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നു എന്നാണ് പറയുന്നത്. നമ്മളൊന്നും ആ രംഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ കൂടെ നടക്കുന്ന ഈ വ്യക്തി പറയുന്നത് ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നു. ഒട്ടകവും കുതിരയും മാത്രമുള്ള കാലത്താണ് ഈ പറയുന്നത്. 1 മാസം ദൂരമുണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, അവഖാല ദാലിക്, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഖാലു നഅം, അവർ പറഞ്ഞു അതെ. ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇയാളും മാറാൻ പോവാണെന്ന്. അത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ്, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും എന്ന് പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ ചോദിച്ചു, ഖാലു അതുസദ്ദിഖൂനഹു അന്നഹു ദഹബ ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ് വജാഅ ഖബ്ല അൻ യുസ്ബിഹ്, രാത്രി ഇശാ കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോയി സുബഹിയായപ്പോൾ തിരിച്ചെത്തി എന്ന് പറയുന്നത് നീ വിശ്വസിക്കുകയാണോ എന്ന് അവർ ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം,
കാരണം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, അതിലും വലുത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഈമാൻ നോക്കൂ, അത് ഉള്ളിൽ തട്ടി ഈമാനാണ്. ആകാശത്ത് പോയി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ ഈമാനില്ലാത്ത ഒരാൾക്ക്. അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്താണ്? ഉസദ്ദിഖുഹു ബിഖബരി സമാഇ ഫീ ഗുദ്വത്തിൻ ഔ റൗഹ, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ട് എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെന്താണ് ഇത് വിശ്വസിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞു. അപ്പൊ ഈമാൻ ദലീലോടുകൂടി ആഴത്തിൽ ചിന്തിച്ച് മനസ്സിൽ പതിഞ്ഞ ഒരാൾക്ക് ഏത് ഫിത്നയുടെ മുന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കും. അല്ലെ, ഇപ്പൊ യുക്തിക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞ് പല ഹദീസുകളും പരിഹസിക്കുന്നവര്, കളിയാക്കുന്നവര്, അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഇതാണ്, ഇതിനേക്കാളൊക്കെ വലുത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലെ, പല കാര്യങ്ങളും ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യമാണ് ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, വഹി കൊടുക്കുന്നു എന്ന കാര്യം, അത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഫലിദാലിക സുമ്മിയ അബൂബക്കർ അസ്സിദ്ദീഖ്, അങ്ങനെയാണ് അബൂബക്കർ അസ്സിദ്ദീഖ് എന്ന പേര് വന്നത്. ഈ സംഭവം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സിൽസിലത്ത് സ്വഹീഹയിൽ സ്വഹീഹാക്കിയുള്ളതാണ്. അതുപോലെ അടുത്ത വലിയ സംഭവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹിജ്റ. നമുക്കറിയാം, ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ദുർഘടമായ യാത്രയായിരുന്നു, വലിയ റിസ്ക് ഉള്ള ഒരു യാത്രയായിരുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ മുശ്രിക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിട്ടിയാൽ കൊന്നുകളയണം, കൊന്നാൽ കൊന്നയാൾക്ക് നഷ്ടപരിഹാരം മുശ്രിക്കുകൾ കൊടുത്തോളും. ജാഹിലിയ കാലത്തും കൊലപാതകത്തിന് ശിക്ഷയുണ്ട്. ആ നിലക്ക് നോക്കിയാൽ ഇന്നും പല രാജ്യങ്ങളിലുള്ള അവസ്ഥയേക്കാൾ മെച്ചമായിരുന്നു ജാഹിലിയ കാലത്ത്. ഒരാളെ കൊന്നാൽ 100 ഒട്ടകമാണ് നഷ്ടപരിഹാരം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്, അത്രയും കൊടുക്കണം. അപ്പൊ അത്രയും ഗൗരവം രക്തത്തിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജാഹിലിയ കാലത്ത് അനാവശ്യമായ യുദ്ധങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഒരാളെ കൊന്നാൽ, അന്യായമായി കൊന്നാൽ 100 ഒട്ടകം കൊടുക്കണം. യുദ്ധത്തിൽ അവർ പരസ്പരം കൊല്ലും, അതിന് നഷ്ടപരിഹാരമൊന്നുമില്ല. പക്ഷെ യുദ്ധമില്ലാതെ സമാധാനം ഉള്ള സമയത്ത് രക്തത്തിന് അവിടെ സംരക്ഷണം ഉണ്ടായിരുന്നു. അന്യായമായി കൊന്നാൽ 100 ഒട്ടകം കൊടുക്കണമായിരുന്നു. അപ്പൊ ഈ സംഖ്യ ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഓഫർ ഉണ്ട്, അപ്പൊ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കൊല്ലാം. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളുടെ കൂടെയുള്ള ഒരു യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സാനിയ ഇസ്നൈൻ, 2 പേരായിട്ട് അവർ യാത്ര ചെയ്ത സന്ദർഭം. ഇദ്ഹുമാ ഫിൽ ഗാർ, അവര് ആ ഗുഹയിൽ കയറിയപ്പോൾ, ഗുഹ എന്ന് പറഞ്ഞാൽ മദീനയിലേക്കുള്ള വഴിയിൽ ഗാറു സൗർ, സൗർ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ അവര് ഒളിച്ചിരുന്നു. ഇദ് യഖൂലു ലിസാഹിബിഹി, അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ നോക്കൂ, അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പേരില്ല എന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരായത്ത്, ഏതായിരുന്നത്? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. അത് നബിയെയും അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുമാണ് എന്ന് തഫ്സീറിൽ വന്നിട്ടുണ്ട്. അവരെ കുറിച്ച് മാത്രമല്ല, പക്ഷെ അബൂബക്കർ റളിയല്ലാഹുവിനെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സത്യം കൊണ്ടുവന്നവനും അതിനെ സത്യപ്പെടുത്തിയവനും അവരാണ് മുത്തഖീങ്ങൾ, അത് നബിയും അബൂബക്കറുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ സന്ദർഭമാണിത് സൂറത്ത് തൗബയിൽ 40-ാമത്തെ ആയത്ത്. ഇത് ഖാല ലിസാഹിബി ഇദ് യഖൂലു ലിസാഹിബിഹി, അബൂബക്കർ റളിയല്ലാഹുവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പോ മുശ്രിക്കുകൾ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നബിയുടെ കൂടെയാണ് അദ്ദേഹം ഹിജ്റ പോകുന്നത്. ഹിജ്റ പോകുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൂടെ കൂട്ടുമെന്ന് അറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, സ്വന്തം ഭാര്യയെയും മക്കളെയും മക്കത്തിട്ടാണ് പോകുന്നത്. അവര് മുശ്രിക്കുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. തന്റെ ജീവൻ അപകടത്തിലാണ്, കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരാളുടെ കൂടെയാണ് പോകുന്നത്. ആ സമയത്ത് അദ്ദേഹം സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ്. അപ്പൊ ദീനിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് തന്റെ മുഴുവൻ സ്വത്തുമായിട്ടാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ, മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം തന്റെ മുഴുവൻ സ്വത്തും എടുത്ത് ഭാര്യയും മക്കളെയും മക്കത്തൊറ്റക്ക് വിട്ടിട്ടാണ് ഹിജ്റ പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയതിനാൽ ഇദ്ദേഹത്തിനും മുശ്രിക്കുകൾ വധശിക്ഷ വിധിച്ചു. അദ്ദേഹത്തെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അതൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് യാതൊരു കൂസലും ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഹിജ്റ പുറപ്പെട്ടു. ഹിജ്റ പോകുന്ന സന്ദർഭത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. അവർ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കുറച്ച് സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകും, പിന്നെ കുറച്ച് കാത്തു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കടക്കാൻ വേണ്ടി കാത്തു നിൽക്കും. കുറച്ച് സമയം പിന്നിലായിട്ട് അദ്ദേഹം പോകും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ മാ ലക തംശി സഅതൻ ബൈന യദയ്യ വസഅതൻ ഖൽഫി, കുറച്ചു നേരം എന്റെ മുന്നിലും കുറച്ചു നേരം പിന്നിലുമായിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നത്, അതെന്താണെന്ന് ചോദിച്ചു.
ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അദ്കുറു ത്വലബ് ഫഅംശി ഖൽഫക്, താങ്കളെ പിടിക്കാൻ പിന്നാലെ ആരെങ്കിലും വരുമോ? മുശ്രിക്കുകൾ അന്വേഷിച്ച് നടക്കാൻ, ആരെങ്കിലും പിന്നാലെ വരുമോ എന്ന് പേടി തോന്നും, അപ്പൊ ഞാൻ താങ്കളുടെ പിന്നിൽ നിൽക്കും. വഅദ്കുറു റസദ ഫഅംശി ബൈന യദൈക്, വഴിയിൽ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാകുമോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ മുന്നിൽ നടക്കും. അങ്ങനെ ഒരു വളരെ വിഷമത്തോടു കൂടി, ഒരു സമാധാനമില്ലാതെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നിരുന്നത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ലൗ കാന ശൈഉൻ അഹ്ബബ്ത അൻ യകൂന ബിക ദൂനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് താങ്കൾക്ക് പറ്റിക്കോട്ടെ, എനിക്ക് പറ്റരുത് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, വല്ലദീ ബഅസക ബിൽ ഹഖ്, ഹക്കുമായി താങ്കളെ പറഞ്ഞയച്ചവൻ അഥവാ അല്ലാഹുവാണ് സത്യം. മാ കാനത് ലിതകൂന മിൻ മുലിമ്മ ഇല്ലാ അൻ തകൂന ബിദൂനക്, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതെനിക്കേ പറ്റുകയുള്ളൂ, താങ്കൾക്ക് അത് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഗുഹയിലെത്തി, സൗർ ഗുഹയിലെത്തി. അവിടെ എത്തിയപ്പോ അവിടെ കയറി വിശ്രമിക്കാൻ തീരുമാനിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ പുറത്തു നിൽക്കുക. ഹത്താ അസ്തബ്രി അൽ ഹുജ്റ, ഞാൻ ഈ ഗുഹയിൽ കയറി പരിശോധിക്കട്ടെ. ചിലപ്പോൾ ആ ഗുഹയിൽ പാമ്പുണ്ടാകും, തേളുണ്ടാകും, മരുഭൂമിയാണ്, എന്തെങ്കിലും ജീവികളുണ്ടാകും. അപ്പോൾ വല്ല ഉപദ്രവവും ഉള്ളിലുണ്ടോ എന്ന് ഞാൻ കയറി പരിശോധിക്കട്ടെ. ഫദഖല വസ്തബറ, അവിടെ കയറി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻജിൽ യാ റസൂലല്ലാഹ്, താങ്കൾ ഇവിടെ പ്രവേശിച്ചു കൊള്ളുക. ഫനസല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ പ്രവേശിച്ചു. ഈ സംഭവം സ്വഹാബത്തിനിടയിൽ അറിയപ്പെട്ട സംഭവമായിരുന്നു. ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുസ്തദറക് അല സഹീഹൈൻ എന്നുള്ള കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഈ സംഭവം പറഞ്ഞ് സ്വഹാബത്ത് ചർച്ച ചെയ്യുമായിരുന്നു ഹിജ്റയുടെ ഈ യാത്ര. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സംഭവം ഒരിക്കൽ ചർച്ച ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അഥവാ അല്ലാഹുവാണ് സത്യം, ലതിൽകൽ ലൈല, ആ ഒരൊറ്റ രാത്രി, ആ ഗുഹയിൽ അവർ കഴിഞ്ഞ രാത്രി, അല്ലെങ്കിൽ ആ ഹിജ്റയുടെ യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടിയ ആ സമയം, ഖൈറും മിൻ ആലി ഉമർ, ഉമറും കുടുംബവും ചെയ്തിട്ടുള്ള എല്ലാ അമലുകളെക്കാളും അഫ്ളലാണ്. അപ്പോ ഹിജ്റ പുറപ്പെട്ട ഈ യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ആ ത്യാഗം, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടും അദ്ദേഹം ചെയ്ത ഈ ത്യാഗം, അത് മതി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഹത്വമായി, ഫضലായി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില മഹത്വങ്ങളാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ചില സംഭവങ്ങൾ ബാക്കിയുണ്ട്, അടുത്ത ദിവസം നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.